പശ്ചിമേഷ്യയിൽ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും യുദ്ധകാഹളം മുഴങ്ങുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തൽ ഏതു നിമിഷവും തകർന്നു പോയേക്കാവുന്ന ഒരവസ്ഥയിലാണ്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഭാഗത്ത് നിന്ന് ഒരു അപ്രതീക്ഷിത ആക്രമണം ഉണ്ടാകുമെന്ന് ഭയന്ന് വമ്പൻ സൈനിക തയ്യാറെടുപ്പുകളാണ് ഇറാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറുഭാഗത്ത് ഇറാന്റെ മുന്നിൽ ഇനി രണ്ട് വഴികൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യക്തമാകുന്നു. എന്താണ് ആ രണ്ട് വഴികളെന്ന് നോക്കാം. നിലവിലെ വെടിനിർത്തൽ കരാറുകൾ പാലിക്കാൻ അമേരിക്കയ്ക്ക് യാതൊരു പ്രതിബദ്ധതയുമില്ല എന്നാണ് ഇറാന്റെ സായുധ സേന ഇപ്പോൾ പ്രധാനമായും ആരോപിക്കുന്നത്. അതിനാൽ തന്നെ അമേരിക്ക ഇസ്രായേൽ സഖ്യം ഏത് നിമിഷവും യുദ്ധം പുനരാരംഭിക്കാൻ സാധ്യതയുണ്ടെന്ന് അവർ കണക്കുകൂട്ടുന്നു. അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വെറും മാധ്യമ നാടകങ്ങൾ മാത്രമാണെന്നാണ് ഇറാന്റെ മിലിറ്ററി ആസ്ഥാനത്തെ ഡെപ്യൂട്ടി കമാൻഡറായിട്ടുള്ള മുഹമ്മദ് ജാഫർ അസദി തുറന്നടിച്ചത്. തങ്ങൾ തന്നെ സൃഷ്ടിച്ച പ്രതിസന്ധികളിൽ നിന്ന് തലയൂരാനും ആഗോള വിപണിയിൽ എണ്ണവില കുറയുന്നത് തടയാനുമുള്ള ഒരു തന്ത്രം മാത്രമാണിത്. എന്നാൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് എന്ത് പ്രകോപനം ഉണ്ടായാലും അതിനെ നേരിടാൻ ഇറാൻ സൈന്യം പൂർണ്ണ സജ്ജമാണെന്നും അദ്ദേഹം ഒരു മുന്നറിയിപ്പ് പോലെ നൽകുന്നുണ്ട്. കഴിഞ്ഞ 3 ആഴ്ചയായി തുടരുന്ന വെടിനിർത്തൽ ഇതോടെ വലിയൊരു അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. ഇറാനുമായിട്ടുള്ള ഒരു ശത്രുത അവസാനിച്ചു എന്ന് അമേരിക്ക ലോകത്തോട് വിളിച്ചു പറയുമ്പോഴും യാഥാർത്ഥ്യം മറ്റൊന്നാണ്. സമുദ്ര ഉപരോധം ഉൾപ്പെടെയുള്ള കടുത്ത സൈനിക സമ്മർദ്ദങ്ങൾ അമേരിക്ക ഇപ്പോഴും ഇറാനുമേൽ തുടരുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തനിക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഇറാൻ ആവശ്യപ്പെടുന്നതെന്നും അതിനാൽ നിലവിലെ സാഹചര്യത്തിൽ ഇറാനുമായിട്ട് ഒരു കരാറില്ലാതെ മുന്നോട്ട് പോകുന്നതാണ് അമേരിക്കയ്ക്ക് നല്ലതെന്നുമാണ് വൈറ്റ് ഹൗസിൽ ട്രംപ് പ്രതികരിച്ചിട്ടുള്ളത്. US സെൻട്രൽ കമാൻഡ് മേധാവിയായിട്ടുള്ള അഡ്മിറൽ ബ്രാഡ് കൂപ്പറുമായിട്ട് സുപ്രധാനമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷമാണ് ട്രംപ് മാധ്യമങ്ങളെ കണ്ടത്. ഇറാനെതിരെ പുതിയ ആക്രമണങ്ങൾക്ക് പദ്ധതിയുണ്ടോ എന്ന ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകാൻ അദ്ദേഹം തയ്യാറായില്ല എന്നുള്ള കാര്യം വളരെ ശ്രദ്ധേയമാണ്. പകരം ഇറാന്റെ കാര്യത്തിൽ അമേരിക്കയ്ക്ക് മുന്നിൽ ഇനി 2 വഴികൾ മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു. ഒന്നുകിൽ ഇറാനെ പൂർണ്ണമായും നശിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു കരാറിലെത്തുക. മാനുഷിക പരിഗണന മുൻനിർത്തി ഇറാനെ തകർക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അതൊരു പ്രധാന പോംവഴിയായി തന്നെ മേശപ്പുറത്തുണ്ടെന്ന് ട്രംപ് വ്യക്തമാക്കി കഴിഞ്ഞു. ചുരുക്കത്തിൽ ലോകം വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ വക്കിലാണ് നിൽക്കുന്നത്. ഒരു ഭാഗത്ത് ഏത് ആക്രമണത്തെയും നേരിടാൻ തയ്യാറായി നിൽക്കുന്ന ഇറാന്റെ IRGC പട, മറുഭാഗത്ത് ഒന്നുകിൽ കീഴടങ്ങുക അല്ലെങ്കിൽ നശിക്കുക എന്ന അന്ത്യശാസനവുമായി അമേരിക്കൻ പ്രസിഡന്റും. വിട്ടുവീഴ്ചകളില്ലാത്ത ഈ പോരാട്ടം വരും ദിവസങ്ങളിൽ ലോകത്തെ കൂടുതൽ കടുത്ത സാമ്പത്തിക ഊർജ പ്രതിസന്ധികളിലേക്ക് തള്ളിവിടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിലവിലെ വെടിനിർത്തൽ എത്ര നാൾ കൂടി നീളും എന്ന് മാത്രമാണ് ഇനി കണ്ടറിയേണ്ടത്.